കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഡയാന രാജകുമാരി 4 മക്കൾക്ക് ജന്മം നൽകിയിരിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഫലമായിട്ട് നമ്മളെ രാജകുമാരി ഒരു കുഴപ്പമില്ലാതെ 4 മക്കൾക്ക് ജന്മം നൽകി. ഇതാ ഈ കാണുന്നത് ആദ്യത്തെ കുഞ്ഞാണ് കേട്ടോ. ഇന്ന് അതിരാവിലെ പുലർച്ചെ 3:25 ഫസ്റ്റ് ബേബിക്ക് ജന്മം നൽകി. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇവക്ക് ഇന്ന് ഡെലിവറി ഉണ്ടെന്ന കാര്യമൊന്നും നമുക്ക് സൂചന പോലും ഇല്ലായിരുന്നു. ഇനിയും ദിവസങ്ങളുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൾ ഇന്ന് തന്നെ അതിരാവിലെ വിളുക്ക നിങ്ങൾക്കറിയില്ല, ടൈം 3:25 ആകുമ്പോൾ. അപ്പോൾ കുഞ്ഞ് ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 3 മക്കൾ ഉടനെ തന്നെ 3 മക്കളായി. ആ സമയത്ത് ആ 3 കുഞ്ഞുങ്ങളുടെയും സൗണ്ട് കേട്ട് ഈ കുഞ്ഞുങ്ങളുടെ പിതാവായ ഡോബർ മഹാരാജാവ് ഈ വീട്ടിന് 4 സൈഡും കറക്കുമായിരുന്നു. ഇതെവിടെ നിന്നാണ് ഈ വിടി വരുന്നത്? ഇത് ഏതോ കുഞ്ഞുങ്ങളുടെ സൗണ്ടാണല്ലോ, എൻ്റെ ഭാര്യ പ്രസവിച്ചോ എന്നുള്ള ഒരു ഉത്കണ്ഠ അവനുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ മുറ്റത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തന്നെ എൻ്റെ മോളടുത്ത് പറഞ്ഞ് അവനെ ഒന്ന്, അച്ഛനല്ലേ, അവനെ മക്കളെ ഒന്ന് കാണിക്കാൻ പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ട് വന്ന് അങ്ങനെ ഡയാനയുടെ അടുത്ത് കൊണ്ട് വന്ന്. പക്ഷേ ഡയാന ഒരൊറ്റ നിമിഷം അവനെ ആട്ടി ഓടിച്ചു. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ആ സൗണ്ട് കേട്ട് ഡോബർ മഹാരാജാവ് ഞെട്ടിത്തരിച്ചു പോയി. വേറൊന്നുമല്ല, എത്ര പിതാവായാലും അമ്മയുടെ അടുത്ത് അമ്മയും കുഞ്ഞുങ്ങളും കിടക്കുന്ന സമയത്ത് വേറെ ഒരു നായ്ക്കകൾക്കും അതിനകത്ത് പ്രവേശനമില്ല. അപ്പോൾ എന്ത് തന്നെയാലും ഈ സമയത്ത് 3 കുഞ്ഞുങ്ങൾക്ക് ഓൾറെഡി അവൾ ജന്മം നൽകിയിരിക്കുകയാണ്. ഇനി ഒരു കുട്ടിയുടെ വരാനുണ്ട്. അപ്പോൾ എന്തായാലും 3 മക്കളെയൊക്കെ അച്ഛൻ കണ്ട് പുറത്തിറങ്ങിപ്പോയി. പക്ഷെ അവൻ എങ്ങും പോയില്ല. ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കാരണം അവൻ ഈ വീട്ടിനകത്ത് തന്നെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അത്രയും ഒരു നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തു നിൽക്കുന്ന ഒരു പിതാവിൻ്റെ പിതൃവാത്സല്യം നമുക്ക് അവൻ്റെ മുഖത്ത് നിന്നും കാണാൻ കഴിയും. എന്തായാലും അവനും ഒരു അച്ഛനായിരിക്കുകയല്ലേ. അപ്പോൾ ആ ഒരു സ്നേഹം എന്തായാലും അവന് കാണാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഡയാന വളരെ ക്ഷീണിതയാണ്. അപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് നമ്മളെ ഡയാന രാജകുമാരി ഇന്ന് അതിരാവിലെ പ്രസവിച്ചത്. കാരണം നമ്മുടെ മനസ്സിൽ ഇനിയും ദിവസങ്ങൾ ഉണ്ടെന്നായിരുന്നു ചിന്ത. പക്ഷേ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അവൾ മക്കൾക്ക് ജന്മം നൽകി. എന്തായാലും അത് വളരെ സന്തോഷമുള്ള ദിവസം തന്നെയാണ്. കാരണം ശിവരാത്രിയായിട്ട് നമുക്ക് ഉറക്കം കിട്ടിയില്ല. ശിവരാത്രി ഇന്ന് രാത്രിയാണ് തുടങ്ങുന്നത്. എന്നാലും വെളുപ്പാൻ രാവിലെ ശിവരാത്രിയുടെ തുടക്കം അതിരാവിലെയാണ്. ഞായറാഴ്ച 3:25 എന്തായാലും ഉത്രാട നക്ഷത്രത്തിൽ പിറന്ന കുഞ്ഞുങ്ങളാണ്. ഇനി എന്തൊക്കെയാണാവോ വരാൻ പോകുന്നതെന്ന് ദൈവത്തിനറിയാം. എന്ത് തന്നെയായാലും അവൾ സുഖമായിട്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ. പിന്നെ ഇതിനിടയ്ക്ക് തന്നെ കുറേ കോംപ്ലിക്കേറ്റഡൊക്കെ സംഭവിച്ചു. അത് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അതിനെല്ലാം തരണം ചെയ്തു എൻ്റെ ഡയാന രാജകുമാരി അതിജീവിച്ച് വന്നിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ലാതെ അവൾ സന്തോഷവതിയാണ്. അപ്പോൾ ചെറിയ കുട്ടിയല്ലേ അവൾ, 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം തന്നെയും നമ്മുടെ ഈ ഡോബർ രാജകുമാരൻ ഇങ്ങനെ ഒരു ചതി ചെയ്തതിൻ്റെ പുറത്താണ് ഈ കുഞ്ഞുങ്ങളിപ്പോൾ ഇവളിപ്പോൾ കിടക്കേണ്ടി വന്നത്. എന്ത് ചെയ്യാനാ? അപ്പോൾ എന്ത് തന്നെയായാലും അച്ഛനെ അന്വേഷിച്ച് ഇനി പുറത്തൊന്നും പോവേണ്ട കാര്യമില്ല. അപ്പോൾ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഒരു കുടുംബം നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ സ്നേഹനിധിയായ അമ്മയും ചൂട് പറ്റി കിടക്കുന്ന തൻ്റെ പിഞ്ചോമനകളെ ചേർത്തണച്ചുകൊണ്ട് ഡയാന രാജകുമാരിയുടെ കിടപ്പ് കണ്ടില്ലേ ഇല്ലേ? ഒരു അമ്മ എന്ന് പറയുന്നത് മക്കൾക്ക് ജന്മം നൽകുമ്പോഴാണ് ഒരമ്മയാകുന്നത് ഇല്ലേ? അത് എല്ലാ മനുഷ്യൻ്റെ കാര്യമായാലും മൃഗങ്ങളുടെ കാര്യമായാലും കണ്ടില്ലേ? ആ മക്കൾക്ക് പാലൂട്ടാൻ വേണ്ടി അവർക്ക് വേണ്ടിയുള്ള സൗകര്യത്തിന് കിടന്നു കൊടുക്കുന്നത് കണ്ടില്ലേ? ആ കുഞ്ഞുങ്ങൾ എത്ര നല്ല ഭംഗിയുള്ള മക്കളാണെന്നറിയാമോ? പക്ഷേ ഇതൊക്കെ എന്തൊക്കെ തന്നെയായാലും ഭാര്യ ആട്ടിയിറക്കി വിട്ടായാലും മഹാരാജാവ് പടിക്ക് താഴെ നിന്ന് കാവൽ നിൽക്കുകയാണ്. അവന് ഒരു അടി മുന്നോട്ട് പോകാൻ അവന് തോന്നുന്നില്ല. രാത്രിയാണ്, നേരം ഇരുട്ടുണ്ട്, മുറ്റത്ത് ലൈറ്റ് വെട്ടം കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പം സമയം ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അവന് ആദ്യം രാജകുമാരിയുടെ അടുത്ത് വന്ന് ആ മക്കളെ കണ്ടിട്ട് പോയതിന് ശേഷം പിന്നെ ഒരു കുഞ്ഞിനും കൂടി അവൾ ജന്മം നൽകി. അങ്ങനെ 4ാമത്തെ കുഞ്ഞിനും കൂടി അവൾ ജന്മം നൽകി. അപ്പോൾ രാജാവ് ഡോബർ രാജകുമാരൻ അങ്ങനെ കയറി നിന്നിട്ട് നോക്കിയാണ്, ഇങ്ങോട്ട് വരണോ വേണ്ടേ? അവൾ എന്നെ ആട്ടിയിറക്കി വിട്ടതാണ്. ഇനി ചെന്ന് കഴിഞ്ഞാൽ അവളെ സ്വഭാവം മാറും. അപ്പോൾ ഭാര്യയാണെങ്കിലും ഭാര്യയെ പേടിച്ചാലേ പറ്റത്തുള്ളൂ ഈ അവസരത്തിൽ. അപ്പോൾ ഡോബർ രാജാവ് ഇവിടെ നിന്ന് അനങ്ങുന്നില്ല കേട്ടോ. മക്കളുടെ സൗണ്ട് കേട്ട് അവന് ഭയങ്കര എന്തോ ഒരു, അതായത് അച്ഛനല്ലേ, അച്ഛനായി പോയില്ലേ. അപ്പോൾ ആ മക്കളെ ഒന്ന് കാണാൻ വീണ്ടും അവൻ്റെ മനസ്സ് കൊതിക്കുന്നതായിരിക്കും. ഒരു നോക്ക് കണ്ടത് മാത്രമേ ഉള്ളൂ.
എന്ത് തന്നെയായാലും അവൻ്റെ മനസ്സ് പറയുകയാണ്, എടി നീ ഇപ്പം എന്നെ ആട്ടി ഇറക്കി വിട്ടില്ലേ, പക്ഷേ എൻ്റെ പിള്ളേർ നടന്ന് കളിക്കുന്ന പ്രായമാകുമ്പോൾ എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് വരും, അത് ഉറപ്പാ, നീ കണ്ടോടി ഡയാനെ എന്നാണ് അവൻ്റെ ആ ഒരു നിൽപ്പിൽ നിൽക്കുന്ന ഒരു സ്റ്റൈല് അവൻ്റെ മനസ്സ് പറയുകയായിരിക്കും. അപ്പോൾ അങ്ങനെ അവൻ നോക്കിക്കൊണ്ട് ആ സമയത്താണ് നാലാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് കേട്ടോ. നാലാമത്തതാണ്. സമയം 5:45. ആ സമയത്താണ് നാലാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയാനയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ഇനിയുമുണ്ട്. ഇനിയും നിങ്ങൾ ഓരോ കഥകളും നിങ്ങൾ ഡയാനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഈ ഡയാനയെക്കുറിച്ച് അവളുടെ പ്രസവത്തെക്കുറിച്ചൊക്കെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഡയാനയെയും ഡോബറിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇനിയും കഥ തുടരുന്നതായിരിക്കും. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.